ദിവസവും ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കർഷകർക്കോ സാധാരണക്കാർക്കോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ തുക പ്രീമിയം അടച്ച് സ്വകാര്യ കമ്പനികളുടെ ഇൻഷുറൻസ് എടുക്കാൻ പല സാധാരണക്കാരുടെയും കയ്യിൽ പണം ഉണ്ടാകില്ല. എന്നാൽ വർഷത്തിൽ വെറും 20 രൂപ മാത്രം ചിലവിൽ, അതായത് മാസം 2 രൂപ പോലും തികച്ചില്ലാത്ത ചിലവിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ഉറപ്പു തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പലരും ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ അറിയാതെ തന്നെ ഇതിൽ ചേർന്നിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ വലിയ ആനുകൂല്യങ്ങളെ കുറിച്ച് ഭൂരിഭാഗം പേർക്കും അറിവുണ്ടാകില്ല. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അതായത് PMSBY എന്നത്. എങ്ങനെയാണിത് സാധാരണക്കാർക്ക് തുണയാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഏത് ഇന്ത്യൻ പൗരനും ഇതിൽ പങ്കാളിയാകാം. പലരുടെയും സംശയം ഈ വർഷത്തിൽ 20 രൂപ നമ്മൾ എവിടെ പോയി അടയ്ക്കണമെന്നാണ്. നമ്മൾ ഒരിടത്തും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ വർഷവും മെയ് മാസം 25-നും 31-നും ഇടയിൽ ഈ 20 രൂപ തനിയെ കട്ടായിക്കോളും. അതിനായി നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഒറ്റത്തവണ ബാങ്കിൽ അനുമതി നൽകിയാൽ എല്ലാ വർഷവും ഇത് തനിയെ പുതുക്കപ്പെട്ടോളൂ. നിങ്ങൾ ഇതുവരെ ഈ പദ്ധതിയിൽ ചേർന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉള്ള ബാങ്ക് ശാഖയിൽ ചെന്ന് ഒരു ചെറിയ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മാത്രം മതി. ഇനി ബാങ്കിൽ പോകാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ ഒറ്റ ക്ലിക്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻഷുറൻസ് എടുത്ത ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നതാണ്. അപകടം നടന്ന് 90 ദിവസത്തിനകം ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കണം. FIR, മരണമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ബാങ്കിൽ എത്തിച്ചാൽ വളരെ വേഗത്തിൽ തുക അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. പ്രധാനമായും 3 രീതിയിലാണ് തുക ലഭിക്കുക. ഇൻഷുറൻസ് എടുത്ത വ്യക്തി അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ നോമിനിക്ക് 2 ലക്ഷം രൂപ പൂർണ്ണമായും ലഭിക്കും. അപകടം കാരണം 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ 2 കൈകളോ കാലുകളോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് 2 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ച ഒരു കണ്ണിന്റെ കാഴ്ചയോ അല്ലെങ്കിൽ ഒരു കൈയോ കാലോ മാത്രമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ 1 ലക്ഷം രൂപയും ലഭിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഷുറൻസ് ഫോം പൂരിപ്പിക്കുമ്പോൾ നിർബന്ധമായും വിശ്വസ്തരായ ഒരാളെ നോമിനിയായി വെക്കണം. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ, അതുമല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരെ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് അപകട മരണം സംഭവിച്ചാൽ ഈ 2 ലക്ഷം രൂപ ബാങ്ക് നേരിട്ട് നൽകുന്നത് ആ നോമിനിക്കായിരിക്കും. നോമിനി ഇല്ലെങ്കിൽ പിന്നീട് പണം കിട്ടാൻ വലിയ നിയമക്കുരുക്കുകൾ നേരിടേണ്ടി വന്നേക്കും. നിയമപരമായി ഇതിൽ ചില നിബന്ധനകളുമുണ്ട്. വ്യക്തി ബോധപൂർവം വരുത്തിവെക്കുന്ന അപകടങ്ങൾ, അതായത് ആത്മഹത്യാ ശ്രമങ്ങൾ അല്ലെങ്കിൽ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വണ്ടി ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയ്ക്ക് ഈ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതായിരിക്കില്ല.